ഒരു ഐറ്റത്തില് പർച്ചേസ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഐറ്റത്തിന്റെ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ MRP, പർച്ചേസ് ചെയ്തു വെച്ച ഐറ്റത്തിന്റെ എന്തെങ്കിലും നമ്മൾ ക്വാണ്ടിറ്റി, സ്റ്റോക്ക് ക്വാണ്ടിറ്റി, പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു വെച്ച ഐറ്റത്തിന്റെ ആ പർച്ചേസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ ചിലത് ഐറ്റത്തിന്റെ പേര് മാത്രമേ നമുക്ക് അറിയലുണ്ടാവുള്ളൂ. ഏത് ബില്ലിലാണ് ചെയ്തു വെച്ചതെന്ന് അറിയില്ല. ചിലപ്പം ആയിരക്കണക്കിന് ബില്ലുകൾ, നമ്മൾ പർച്ചേസ് ബില്ലുകൾ എൻ്റർ ചെയ്തത് നമുക്ക് ഈ ഒരു ബില്ല് കണ്ടുപിടിച്ച് നമ്മളത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന കേസുകൾ നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഐറ്റം കാണാൻ പറ്റും. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാം. റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസിൽ പോയിട്ട് സ്റ്റോക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇവിടുന്ന് നമുക്ക് ഐറ്റംസ് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ ഐറ്റത്തിന്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. ഇനി ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കാണിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ ഐറ്റത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഐറ്റം ഏത് ബില്ലിലാണ് വന്നത് നമുക്കറിയില്ല. അപ്പോൾ ഈ ഐറ്റത്തിൽ 5 സ്റ്റോക്ക് ഉണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ഹിസ്റ്ററി കാണിക്കും. ഇതിൽ ഈ ഐറ്റം 2 തവണ പർച്ചേസ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്, സെയിൽ ചെയ്തായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐറ്റത്തിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം പർച്ചേസ് ചെയ്ത ബില്ലിലേക്ക് വന്നു. ഇനി ഇവിടെ നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്യാം. ഇതിന്റെ MRP ആണോ, റേറ്റ് ആണോ, ബാർകോഡ് ആണോ, എന്തെങ്കിലും സ്റ്റോക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ചേഞ്ച് ചെയ്യാം. സ്റ്റോക്ക് ചേഞ്ച്, ഇനിയിപ്പോൾ ഇവിടെ റേറ്റ് ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്യാം. 152 ഞാൻ 183 എന്നാക്കുന്നു. റേറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ റേറ്റ് ചേഞ്ച് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് കൊടുക്കുന്നു. സേവ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും, ഡു യു വാണ്ട് അപ്ഡേറ്റ് റേറ്റ് ആൻഡ് കോസ്റ്റ് എന്നുള്ളത്. ഇത് യെസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ബില്ല് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഇത് നോ ആണ് കൊടുക്കേണ്ടത്. കാരണം ഇതിലുള്ള എന്തെങ്കിലും നമ്മൾ മൗസ് ഒക്കെ കയ്യിൽ തട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്ക്രോൾ ആവുകയോ റേറ്റ് ചേഞ്ച് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവാതിരിക്കാനാണ്. അങ്ങനെ വരുവാണെങ്കിൽ നോ ആണ് കൊടുക്കേണ്ടത്. റേറ്റ് ചേഞ്ച് ചെയ്ത ശേഷം അത് അപ്ഡേറ്റ് ആവണമെങ്കിൽ യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് കൊടുത്ത ശേഷം ജസ്റ്റ് ഇത് ഫിനിഷ് ആയി. വേറെ ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നും ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ആയി. ബാർകോഡ് പ്രിന്റ് എടുക്കണം, പ്രിന്റ് എടുക്കണമെങ്കിൽ ചെയ്യാം.